കൊച്ചിയിൽ MDMA-യുമായി യൂട്യൂബറായ യുവതി അറസ്റ്റിലായ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും. റിൻസി മുംതാസ് വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റ് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമെന്നും കണ്ടെത്തൽ. സിനിമാ മേഖലയിലുള്ളവർ ഇവിടേക്ക് നിരന്തരം എത്തിയിരുന്നതായും സംശയം. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽനാഥ്, ഈ കേസിലെ അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കൊച്ചിയിൽ MDMA-യുമായി യൂട്യൂബർ അറസ്റ്റിലായ കേസ് അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കടക്കുകയാണ്. ഈ റിൻസി മുംതാസ് വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റിൽ വലിയ രീതിയിൽ ലഹരി ഇടപാട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലഹരി ഇടപാട് കേന്ദ്രമായിരുന്നു ഈ ഒരു ഫ്ളാറ്റ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സിനിമാ മേഖലയിലുള്ളവർ നിരന്തരം ഇവിടെ എത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കടക്കുന്നത്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായ ചോദ്യം ചെയ്യുവാനുള്ള ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ റിൻസിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് യാസിറുമായി കഴിഞ്ഞ ഒരു 10 മാസം മുൻപാണ് ഈ കൊച്ചിയിലെ ഫ്ളാറ്റ് അവർ വാടകയ്ക്ക് എടുക്കുന്നത്. അവിടെ വെച്ചാണ് ഈ കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് സംഘം ഈ ലഹരി വസ്തുക്കളുമായി ഇരുവരെയും പിടികൂടുന്നത്. തുടർന്ന് ഈ ഒരു സംഭവത്തിൽ ഈ ഫ്ളാറ്റിൽ നിരവധി തവണയായി ഈ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അടക്കം ഈ ലഹരി ഉപയോഗത്തിനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതോടൊപ്പം തന്നെ ഈ ആവശ്യക്കാരുമായി റിൻസിയും സംഘവും ഇത്തരത്തിൽ നടത്തിയ ചാറ്റുകൾ അടക്കം നിലവിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന്റെ ഭാഗമായാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ റിൻസിയുടെ ബാങ്ക് അക്കൗണ്ട്, ഒപ്പം തന്നെ ഈ ഒരു ഫ്ളാറ്റിലേക്ക് എത്തിയവരുടെ ആ ഒരു ലിസ്റ്റ്, അതായത് സന്ദർശന ലിസ്റ്റ് അടക്കം നിലവിൽ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള അപേക്ഷ നാളെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആയി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുകയും തൃക്കാക്കര പോലീസിന്റെ നേതൃത്വത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുകയും അതിന്റെ ഭാഗമായി കൂടുതൽ വ്യക്തത ലഭിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും സംഭവത്തിൽ അന്വേഷണം സിനിമാ മേഖല കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആര്യ. ശരി അമൽ. കൊച്ചിയിൽ MDMA-യുമായി യൂട്യൂബറായ യുവതി അറസ്റ്റിലായ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിക്കുകയാണ്. റിൻസി മുംതാസ് വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റ് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്.